بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ഏറെ സ്നേഹം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുത്ത് അവൻ്റെ റിളയിലേക്ക്, തൃപ്തിയിലേക്ക് നടന്ന് ചെല്ലാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ദുനിയാവിലെന്ന് നമുക്കറിയാം. ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഈ ദുനിയാവിലെ ആയുസ് എത്രയാണ് എന്ന് അള്ളാഹ് നിർണയിച്ചു വെച്ചതാണ്. അത്രയും മണിക്കൂറുകൾ മാത്രമേ നമ്മളൊക്കെ ജീവിക്കുകയുള്ളൂ. അതാണ് ഈ ദുനിയാവിൻ്റെ പ്രത്യേകത. ദുനിയവിയായ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത, ഈ ദുനിയാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഹരം കൊള്ളിക്കുന്നതും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മനുഷ്യൻ്റെ പ്രകൃതങ്ങളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന, അതിലേക്ക് ആളുകൾ അടുത്തടുത്തു പോവുകയും പിന്നെ ഈ ദുനിയാവിൻ്റെ തന്നെ അടിമയായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഈ ദുനിയാവിയായ ജീവിതത്തിലുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഏതാനും ദിവസങ്ങളെ ഇവിടെ ജീവിതമുള്ളൂ എന്നറിഞ്ഞിട്ടും മനുഷ്യൻ ഈ ദുനിയാവിൻ്റെ മോഹവലയങ്ങളിൽ അതുണ്ടാക്കി വെച്ചിട്ടുള്ള മനുഷ്യൻ്റെ വൈകാരികതകളെ ഉത്തേജിപ്പിക്കുന്ന സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മനുഷ്യന് അനുഭവവേദ്യമാക്കി കൊടുക്കുന്ന ആ ദുനിയാവിൻ്റെ പ്രത്യേകത കൊണ്ട് കുറഞ്ഞ ദിവസമേ ഇവിടെ ഉള്ളൂ എങ്കിലും മനുഷ്യൻ ഒരുപാട് ജീവിക്കുന്നവനെ പോലെ അതിൻ്റെ പിന്നാലെ അങ്ങ് കൂടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കാരുണ്യമായിട്ട് അല്ലാഹ് പറഞ്ഞത്, ഈ ദുനിയാവിൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന്. വിശുദ്ധ ഖുർആൻ റഹ്മത്താണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അള്ളാഹു നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എന്നതുകൊണ്ടാണ്. നീ ജീവിക്കുന്ന ഈ ഏതാനും ദിവസങ്ങളില്ലേ, ആ ജീവിക്കുന്ന ഇടം, അതിനെക്കുറിച്ച് ദുനിയാവ് എന്ന് വിളിക്കുമ്പോൾ ആ ദുനിയാവിൻ്റെ അവസ്ഥ എന്താണ്? ഇഅ്മലു യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ലഇബും വലഹ്വും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾ വലിയ അർത്ഥത്തിൽ പരിഗണിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടാൽ വലിയ കുഴപ്പമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കളിയും തമാശയും മാത്രമാണ് എന്ന്, അത്രക്ക് നിസാരമായ ഒന്നാണെന്ന്. മാത്രവുമല്ല, പരമാവധി നിങ്ങൾക്കതിൽ സാധ്യമാകുന്നത് ചില അലങ്കാരങ്ങൾ, ചില പ്രൗഢികൾ, ചില പൊങ്ങച്ചങ്ങൾ, ചില മത്സരങ്ങൾ മാത്രമാണ്. മറ്റുള്ളവനേക്കാൾ മുന്നിലെത്താൻ, മറ്റുള്ളവനേക്കാൾ പെരുമ കാണിക്കാൻ, മറ്റുള്ളവനേക്കാൾ സൗന്ദര്യമുള്ളവനായി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമായി ഈ ദുനിയാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ആ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം കമസലി ഗൈസിൻ, അതൊരു മഴയെപ്പോലെയാണ്. അജബൽ കുഫാറ നബാതുഹു, കർഷകർ പലപ്പോഴും വിചാരിക്കും ഇതാ എൻ്റെ വിളവ് എനിക്ക് കിട്ടിപ്പോയി എന്ന് വിചാരിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന വിധം ആ കളകൾ അതിൻ്റെ കൃഷിയിടത്തിൽ ഇങ്ങനെ അതിൻ്റെ സംവിധാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് പച്ചപ്പോടുകൂടി നിൽക്കുന്ന സമയത്ത് ആ കർഷകൻ വിചാരിക്കുന്നു എല്ലാം എനിക്ക് കിട്ടി എന്ന് വിചാരിക്കുന്ന സമയത്തുണ്ടാകും പെട്ടെന്ന് ആ കൃഷിക്ക് യോജ്യമല്ലാത്ത സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതും മഞ്ഞളിച്ചു പോകുന്നതും നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ദുനിയാവിൽ തന്നെ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. അതുപോലെയാണ് ഈ ദുനിയാവിൻ്റെ അവസ്ഥയും. അതിങ്ങനെ പച്ചപ്പ് വിരിച്ച് മനോഹരമായി സമൃദ്ധമായി കാണുന്ന സമയത്ത് മനുഷ്യൻ വിചാരിക്കുന്നു എല്ലാം ഇവിടെയാണ് കിട്ടുന്നത് എന്ന്. പക്ഷേ ആ കർഷകരെ പോലെ മനുഷ്യനും വഞ്ചിക്കപ്പെടുകയാണ്. മനുഷ്യനും ആ സമയത്ത് ഒരുപക്ഷെ പച്ചപ്പിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അതാ അവന്റെ ജീവിതം അവസാനിച്ചു പോകുന്നു. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാന വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിനെ നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ ആത്യന്തികമായ ജീവിത ഇടമായിട്ടല്ല, ഇതൊരു വഞ്ചിക്കുന്ന ചരക്കാണ് എന്ന ഒരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. കാരണം ഇതിങ്ങനെ പച്ചപ്പ് കാണിച്ച് സുഖങ്ങൾ കാണിച്ച് ആനന്ദം കാണിച്ച് ഇങ്ങനെ ഒരാടിന് ഇല കൊടുക്കുന്നത് പോലെ നിങ്ങളിങ്ങനെ നടത്തിക്കുകയാണ്. ഓരോ ദിവസവും സുഖം കാണിച്ചു തരും, ആസ്വാദനങ്ങൾ കാണിച്ചു തരും, പണം കാണിച്ചു തരും, പദവി കാണിച്ചു തരും, പ്രിവിലേജ് കാണിച്ചു തരും. അങ്ങനെ നിങ്ങളെ നടത്തിച്ച് അവസാനം ആ മരണത്തിൻ്റെ കുടിയിലേക്ക് ഇട്ടിട്ട് അതങ്ങ് കടന്നു കളയുന്നു. ദുനിയാവ് പിന്നെയില്ല. മതാഉൽ ഗുറൂർ, നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങളുടെ പരിമിതികളെ മനസ്സിലാക്കി, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി, നിങ്ങളുടെ സുഖാസ്വാദനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തിരിച്ചറിഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദുനിയാവിനെ സംബന്ധിച്ച് മതാഉൽ ഗുറൂർ എന്ന് പറയുമ്പോൾ തന്നെ ദുനിയാവ് ഒരു നിലക്കും തൊടാൻ പറ്റാത്ത ഒന്നാണ്. അതിൽ പഠിക്കേണ്ടതില്ല, ജോലി നേടേണ്ടതില്ല, പണം ഉണ്ടാക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം അവിടെയും കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വിഭവങ്ങളുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ ആഖിറത്തിനെ തേടുകയാണ് വേണ്ടത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലാ തൻസാ നസീബക മിനദ് ദുനിയ, ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് വെച്ചിട്ടുള്ള വിഭവങ്ങളൊന്നും മറക്കണ്ട. അള്ളാഹ് നിനക്ക് പണം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ പണം തേടിക്കോ, നീ സമ്പത്ത് നേടിക്കോ, നീ നല്ല നല്ല ജോലി നേടിക്കോ, ആവശ്യമായ ട്രെയിനിങ്ങുകൾ നേടിയിട്ട് നല്ല സ്കിൽഡ് ആയിരിക്കോ, എന്നിട്ട് ഈ സമൂഹത്തിന് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്തോ, സമ്പത്ത് നേടിയെടുത്തോ, പണക്കാരനായിക്കോ, എല്ലാം ചെയ്തോ. പക്ഷേ ആ സമ്പത്തും പദവിയും നിന്റെ സ്കില്ലുമൊക്കെ വെച്ചുകൊണ്ട് നീ ആഖിറത്തിനെ തേടണം എന്നതാണ് ഇസ്ലാം ദുനിയാവിനെ സംബന്ധിച്ച്, ദുനിയാവിൻ്റെ വിഭവങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എല്ലാ സമയത്തും പള്ളിയിൽ വന്നിട്ട് ഇരിക്കുക, മുഴു സമയവും ദിക്ർ ചൊല്ലുക, മുഴു സമയവും നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആഖിറത്തെ സംബന്ധിച്ചുള്ള ആലോചനകളിൽപ്പെട്ട് മനുഷ്യൻ ജീവിതം മറക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ജുമുഅ കഴിഞ്ഞാൽ ബാങ്ക് വിളിച്ചാൽ ജുമുഅ കൂടി വരണം, പിന്നെ അവിടെ കച്ചവടം ചെയ്തു നിൽക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ ജുമുഅ കഴിഞ്ഞാൽ, നിങ്ങൾ നമസ്കാരം പൂർത്തിയായാൽ പിന്നെ നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക്, നിങ്ങളുടെ ദുനിയവിയായ സമ്പാദ്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. പക്ഷെ അവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാനെ മറക്കരുത് എന്നത് മാത്രമാണ്. അള്ളാനെ മറക്കരുത്. ദുനിയാവിൽ
നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച റബ്ബ് നിങ്ങളെ നമസ്കരിച്ച ഉടനെ തന്നെ വീണ്ടും ദുനിയവിയായ കാര്യങ്ങളിലേക്ക് സമ്പത്ത് നേടാൻ, ഈ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹ് പറയാണ്, പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കണം എന്ന് പറയണില്ല, നിങ്ങളതൊക്കെ തേടിക്കോ. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാൻ കഴിയും, നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊള്ളുക. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള സലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഈ ഭൂമിയുടെ അതിൻ്റെ മുതുകുകളിലൂടെ, അതിൻ്റെ മാറിടത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെയും ആസ്വദിച്ചു കൊള്ളുക, അതൊക്കെയും കഴിച്ചുകൊള്ളുക, അതൊക്കെയും എടുത്തുകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും നിങ്ങൾക്കത് ഹറാമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ മോശക്കാരനല്ല. ഒരാൾ സമ്പന്നനായി എന്നതിൻ്റെ പേരിൽ അയാൾ മോശക്കാരനല്ല. മുതലാളിമാരെല്ലാം മോശക്കാരാണ് എന്ന കാഴ്ചപ്പാടല്ല ഇസ്ലാമിനുള്ളത്. അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത 10 സഹാബിമാരിൽ 5ഉം 6ഉം സഹാബിമാർ, 5ഓ 6ഓ സഹാബിമാറും നിങ്ങൾക്ക് കാണാൻ കഴിയും അവര് സമ്പന്നരും മുതലാളിമാരുമാണ്. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കരുത് എന്നോ പണം ഉണ്ടാക്കരുത് എന്നോ ദുനിയാവിലെ ഒന്നും ചെലവഴിക്കാതെ ജീവിക്കണമെന്നോ അള്ളാഹിന്റെ റസൂലോ വിശുദ്ധ ഖുർആനോ പഠിപ്പിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കലും 3 സഹാബിമാര് വന്നു. റസൂലിന്റെ അടുക്കലല്ല, റസൂലിന്റെ വീട്ടിലേക്കാണ് വന്നത്. റസൂലിന്റെ വീട്ടിൽ വന്നപ്പോൾ റസൂൽ അവിടെ ഇല്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയാ റസൂലിന്റെ ജീവിതം, റസൂലിന്റെ ഇബാദത്തുകളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിന്റെ രീതിയൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് റസൂൽ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് തോന്നി റസൂൽ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളല്ലോ. ഒരാൾ തീരുമാനിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനിമേൽ എല്ലാ ദിവസവും നോമ്പായിരിക്കും, എല്ലാ ദിവസവും നോമ്പായിരിക്കും, ഒരു ദിവസം പോലും ഞാൻ പകലിൽ ഭക്ഷണം കഴിക്കൂല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു, ഇനി ഞാൻ രാത്രിയിൽ ഉറങ്ങുകയില്ല, ഞാൻ രാത്രി മുഴുവൻ നമസ്കാരമായിരിക്കും. മൂന്നാമത്തെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കല്യാണമേ കഴിക്കില്ല, ആ ഭോഗാസക്തിയിൽ നിന്നൊക്കെയും ഞാൻ മുക്തനാണ്, അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിതം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 പേരും പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വീട്ടിലെത്തി. റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞുതാ, ഇങ്ങനെ 3 അനുചരന്മാര് വന്നിരുന്നു, അവരിങ്ങനെയൊക്കെ ശപഥങ്ങൾ എടുത്തിട്ടാണ് പോയത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിൽ വലിയ കാര്യമില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പെടുക്കാതെയും ഇരിക്കുന്നു, ഞാൻ രാത്രിയിൽ നമസ്കരിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുന്നു, ഞാൻ എൻ്റെ ഭാര്യമാരോടൊപ്പം കുടുംബ ജീവിതം നയിക്കുകയും ചെയ്യുന്നു, ദീനിന് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്നു. ആരെങ്കിലും എൻ്റെ സുന്നത്ത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ എല്ലാ സുഖങ്ങളിൽ നിന്നും ആസ്വാദനങ്ങളിൽ നിന്നും വിശ്രമത്തിൽ നിന്നും അവന് തിന്നാനും കുടിക്കാനും ആസ്വദിക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ നിഷേധിക്കുന്ന നിലപാടല്ല ദുനിയാവിനെ കുറിച്ചുള്ളത്. പക്ഷേ ദുനിയാവ് നിങ്ങളെ കബളിപ്പിക്കുമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവണം എന്നതാണ്. ദുനിയാവ് നിങ്ങളെ കബളിപ്പിക്കും. ദുനിയവിയായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാം, പണം ഉണ്ടാക്കാം, പഠിക്കാം, വരുമാനമുണ്ടാക്കാം, ജോലി നേടാം, ഹയർ പദവികളിലേക്ക് നിങ്ങൾക്ക് ഉയരാം. എല്ലാം ഇസ്ലാമിൽ ഹലാലായിരിക്കെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ദുനിയാവ് മത്താഉൽ ഗുറൂറാണ്, ചതിച്ചു കളയും. അത് നിങ്ങളെ പണം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരു പണത്തിന്റെ അബ്ദു ദീനാറും അബ്ദു ദിർഹമുമാക്കി ഈ ദുനിയാവ് അങ്ങ് മാറ്റിക്കളയും. അള്ളാഹുവിന്റെ അബ്ദിനെ ദീനാറിന്റെ അബുദാക്കും, ദിർഹമിന്റെ അബുദാക്കും. പണമാണെല്ലാം എന്ന ചിന്തയിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിപ്പോകും. പണമാണെല്ലാം, പദവിയാണെല്ലാം, സുഖമാണെല്ലാം, ശരീരമാണെല്ലാം എന്ന ചിന്തയിലേക്ക് എത്തിക്കാൻ ഈ ദുനിയാവിനൊരു അതിൻ്റെ രസച്ചരടിൽ അതത് കോർത്ത് നമ്മളെയും കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഈ ദുനിയവിയായ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഭ്രമിച്ചു പോകരുത്. അത് നിങ്ങൾക്കൊന്നും നേടിത്തരില്ല.
നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോകരുത്. കാരണം ജീവിതം പരീക്ഷണമാണ്, പരലോകമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. നമ്മൾ വെറുതെ എടുത്തു നോക്കിയാൽ മതി, നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര മനുഷ്യരുണ്ടായിരുന്നു ഈ 16-ാമത്തെ വയസ്സിലും 17-ാമത്തെ വയസ്സിലും ഒക്കെ മരിച്ചുപോയ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കുട്ടികളാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. അവർക്ക് പ്രായാധിക്യം വന്നതല്ല, അവർക്ക് പലപ്പോഴും ജീവിതത്തിന്റെ അതിൻ്റെ യഥാർത്ഥത്തിൽ ജീവിതാസ്വാദനങ്ങളിലേക്ക് പോലും മനുഷ്യൻ കടന്നിട്ടില്ല, അതിന് മുമ്പാ മരിച്ചു പോകുന്നത്. അങ്ങനെ എത്ര മനുഷ്യരാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്ത് അൽ മൗത്ത്. അല്ലയോ മനുഷ്യരെ, സകല സുഖങ്ങളും സകല ആസ്വാദനങ്ങളും സകല രസങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന അവസാനിക്കുന്ന ആ മരണത്തെ നിങ്ങൾ ഓർക്കണം. ധാരാളമായി ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കുക. എല്ലാ ചിന്തകളും സ്വപ്നങ്ങളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ തകർന്നു വീഴാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ. എന്തൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളിൽ, അവൻ്റെ കരിയറിനെ കുറിച്ച്, അവൻ്റെ സമ്പത്തിനെ കുറിച്ച്, അവൻ്റെ വിവാഹത്തെക്കുറിച്ച്, അവൻ്റെ മക്കളെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെന്ത് സ്വപ്നങ്ങളൊക്കെ കണ്ടാലും ഈ മരണം വന്നു കഴിഞ്ഞാൽ നീ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും അവസാനിപ്പിച്ച് നിന്നെയും കൂട്ടിയതങ്ങ് പോകും. അതുകൊണ്ട് ആ പരലോക ജീവിതത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന ചിന്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകണം. പക്ഷേ പലപ്പോഴും ഈ മരണചിന്ത അധികരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മരണത്തെ മറക്കുകയാണ് മനുഷ്യർ പലപ്പോഴും ചെയ്യുന്നത്. മരണത്തെ മറന്ന ഓട്ടമാണ്, മരണത്തെ മറന്ന ചിന്തകളാണ്, മരണത്തെ മറന്ന ജീവിത രീതിയാണ്. അവന്റെ ജീവിതത്തിലേക്ക് അവൻ ആരെയൊക്കെ എടുക്കണം, ആരെയൊക്കെ സ്നേഹിക്കണം, ആരെയൊക്കെ ഇഷ്ടപ്പെടണം, ആരെയൊക്കെ കൊണ്ടു നടക്കണം, എന്തൊക്കെ ചെയ്യണം, കണ്ണുകൊണ്ടെന്ത് കാണണം, കാതുകൊണ്ടെന്ത് കേൾക്കണം, എൻ്റെ കാലുകൾ എങ്ങോട്ട് ചലിക്കണം, എൻ്റെ കൈകൾ കൊണ്ടെന്ത് ചെയ്യണം എന്ന ചിന്തയിലൊക്കെയും എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ പരലോകത്ത് ചെന്നാൽ ഈ കണ്ണ് മറുപടി പറയണമല്ലോ എന്ന ചിന്തയാണ് നയിക്കേണ്ടത്. പക്ഷേ അത് മറന്നുപോവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ജീവിതത്തിന്റെ എന്ത് തിരക്കെന്തുമാകട്ടെ, സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, നിങ്ങൾക്ക് ജീവൻ തന്ന, നിങ്ങൾക്ക് ജീവിതം തന്ന, നിങ്ങൾക്ക് ശരീരം തന്ന, നിങ്ങൾക്ക് ഇന്നും ശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ മറക്കല്ലേ, അവനെ സൂക്ഷിക്കണേ. വഖ്ശൗ നിങ്ങൾ ഭയപ്പെടണേ. യൗമൻ ലാ യജ്സി വാലിദും അൻ വലദിഹി വലാ മൗലൂദും ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. നിങ്ങൾ ഭയപ്പെടണേ, അന്നൊരു ദിവസം വരാനിരിക്കുന്നു, ഒരു പിതാവിനും സ്വന്തം മക്കളെ കൊണ്ട് ഉപകാരമില്ലാത്ത, ഒരു മക്കൾക്കും സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത ഒരു നാള് വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഭയം നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ ഇന്ന് ഉപ്പാനെയും മക്കളെയും കാണുന്നുണ്ട്, ഓമനിച്ചു കൊണ്ടു നടക്കുന്ന, രാവിലെ മുതൽ അർദ്ധരാത്രി വരെ അധ്വാനിച്ച് സ്വന്തം ശരീരത്തെ മുഴുവൻ നശിപ്പിച്ച് ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ഉപ്പമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെന്തിനാ ഓടുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റണം, മക്കൾക്ക് സന്തോഷം ഉണ്ടാവണം, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റണം. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരുപക്ഷെ ഗൾഫിൽ പ്രവാസ ജീവിതത്തിൽ സ്വന്തം ജീവിതവും ദാമ്പത്യ ജീവിതവും ഒക്കെ തകർത്തെറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് 10, 20, 30 വർഷമൊക്കെ ആ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഒറ്റ വികാരമേ ഉള്ളൂ, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയണം എന്ന ചിന്തയുള്ള ഉപ്പയില്ലേ, ആ ഉപ്പ പോറ്റി വളർത്തിയ പൊന്നാര മക്കളില്ലേ, ആ മക്കൾക്ക് വാപ്പാനെ സംരക്ഷിക്കാൻ കഴിയില്ല, ആ ഉപ്പാക്ക് ആ മക്കളെയും സംരക്ഷിക്കാൻ കഴിയില്ല. ആർക്കും ഒരാളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു. ആ ദിവസത്തിൽ നീ ഒറ്റക്കായിരിക്കും. വഖ്ശൗ, നീ ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കണേ.
മുന്നോട്ട് നീക്കണേ എന്ന് ഖുർആൻ പറയുന്നത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്, ഭയപ്പെടുത്താനല്ല. അള്ളാഹ് നമ്മളെ ഭയപ്പെടുത്തിയെന്നല്ല, അള്ളാഹ് നമ്മളോട് കാരുണ്യം കാണിക്കുകയാണ്. ജീവിക്കണ ഈ സമയത്തില്ലേ, അന്ന് ആരും ഉണ്ടാവില്ല, ഒരു പൈസയും കൂട്ടിനുണ്ടാവില്ല, ഒരു കൂട്ടുകാരും നിന്റെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നീ ഭയപ്പാടോടുകൂടി, കാരണം ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ, അള്ളാഹു പറയുന്ന ഈ കാര്യങ്ങൾക്കൊരു സംശയവുമില്ല. മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ എല്ലാ റീസണിങ്ങും ഇത് സമ്മതിക്കൊരു ലോകം വരാനുണ്ട് എന്നതിൽ സംശയമില്ല. മരണത്തിന് ശേഷം മനുഷ്യന് ജീവനുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ചിന്തയിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന രണ്ടു കാര്യങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യനെ അള്ളാഹുവിലേക്ക് നടക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു ഘടകങ്ങൾ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടിരിക്കും. ഖുർആൻ പറയുന്നത് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയും, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ദുനിയാവ് നമ്മളെ ശ്രദ്ധ തെറ്റിച്ചു കളയും. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അവരുടെ രസങ്ങളിൽ, ആസ്വാദനങ്ങളിൽ മാത്രമായിട്ട് ജീവിതം കുടുങ്ങിപ്പോകും. മനുഷ്യന്റെ പണി തീരാത്ത വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമായിരിക്കും അവന്റെ ഉള്ളിലുണ്ടാവുക. കച്ചവടം തുടങ്ങി, കച്ചവടം അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കയ്യിലേക്ക് വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ സമ്പത്തില്ലേ, ഗൂഗിൾ പേയിലേക്ക് വരുന്നു, ഗൂഗിൾ പേയിൽ നിന്ന് ചെലവാക്കുന്നു. ഈ പൈസയുടെ എടുത്തെടുത്ത് ഇതെത്രത്തോളം കൂട്ടാൻ പറ്റും, എത്രത്തോളം നഷ്ടപ്പെട്ടു, എവിടെ നഷ്ടങ്ങൾ നികത്താൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി ഗൗരവപ്പെട്ട പടച്ചറബിനെ കുറിച്ചുള്ള, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെയും ഈ ദുനിയാവ് നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ദുനിയാവിന്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുതേ. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് വലാ യഗുർനന്നകും ബില്ലാഹിൽ ഗുറൂർ, മറ്റൊരു വഞ്ചകൻ കൂടിയുണ്ട്. അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന പിശാച്. ആ പിശാചിന്റെ വഞ്ചനയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാവഞ്ചകനാണ് പിശാച് എന്ന്. ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിന്ന് അവൻ തെറ്റിച്ചു കളയും. അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ട്. ഇന്ന് ബോധമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് ഈ മരണത്തിന് മുമ്പ് ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുക, അതിനെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങളൊന്നല്ല. മരണം യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പരലോകം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മരണമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, പരലോകത്തേക്ക് ചെല്ലണമെന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷേ നമ്മൾ എളുപ്പം കിട്ടുന്ന കാര്യങ്ങളിൽ, ക്ഷണികമായ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യങ്ങൾ ഉടഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും, നമ്മൾ ഓടുന്നതും, നമ്മൾ ആലോചിക്കുന്നതും, നമ്മൾ ടെൻഷൻ അടിക്കുന്നതും, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും, കൂട്ടുകാരോട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നതും ഈ ദുനിയവിയായ, ആജിലായ, പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വതദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പരലോകത്തെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? നമ്മൾ ഇന്ന് മരണപ്പെടുകയാണെങ്കിൽ, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സിന് മുമ്പോ ക്ലാസ്സിന് ശേഷമോ, ഇന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളെ ഞാൻ നേരം പുലരുകയില്ല എന്ന അവസ്ഥ വന്നാൽ, അള്ളാഹു എനിക്ക് കണക്കാക്കിയ ദിവസം ഇന്നാണ് എന്ന് വന്നാൽ റബ്ബിനോട് പറയാൻ നമുക്ക് പറ്റുമോ?
റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓടി നടന്നത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, നിന്റെ ദീനുൽ ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹുവേ, നിന്റെ ദീന് പ്രതിസന്ധികളെ നേരിട്ട കാലത്താണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. അല്ലാ, എൻ്റെ ടെൻഷനൊക്കെയും അവിടെയായിരുന്നു, ഞാൻ ആലോചിച്ചത് അത്രയും അവിടെ അതിനെക്കുറിച്ചായിരുന്നു. അള്ളാഹുവേ, നിന്റെ ദീനെങ്ങാൻ, അതിൻ്റെ വെളിച്ചമെങ്ങാൻ എത്താത്ത മനുഷ്യർ ഈ ദുനിയാവിലുണ്ടായി പോകുമോ? ദുനിയാവിനെതിരെ ഇസ്ലാമിനെതിരെ നിരന്തരമായ അക്രമങ്ങൾ അയച്ചു വിടുമ്പോൾ പടച്ചോനെ, ആളുകളെ തെറ്റിദ്ധരിച്ചിട്ട് നിന്റെ വഴിയിൽ നിന്ന് തെന്നിമാറിപ്പോകുമോ? അള്ളാഹുവേ, ആ സത്യത്തെ ഉയർത്താൻ, ആ സത്യത്തിന്റെ പ്രകാശത്തെ കെടാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചത്, ഞാൻ പണം ചെലവഴിച്ചത്, ഞാൻ സമയം ചെലവഴിച്ചത് എന്ന് പറയാൻ നമുക്ക് ഇന്ന് റബ്ബിന്റെ മുമ്പിൽ സത്യസന്ധമായി പറയാൻ പറ്റുമോ? എൻ്റെ തലവേദന, എൻ്റെ ഇടങ്ങേറുകൾ, എൻ്റെ ബേജാറുകൾ, എൻ്റെ വിഷമങ്ങളൊക്കെയും പടച്ചോനെ നിനക്കും നിന്റെ ദീനിനും വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? വത്തദറൂനൽ ആഖിറ, അവർ പരലോകത്തെ വലിച്ചെറിഞ്ഞങ്ങ് കളഞ്ഞു. അവിടെ ടെൻഷനിൽ എവിടെയും ദീനുൽ ഇസ്ലാം വന്നിട്ടില്ല, അള്ളാന്റെ ദീന് വന്നിട്ടില്ല. അവരൊരിക്കലും ദീനിന് വേണ്ടി വേർപ്പൊഴുക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പോകുന്ന അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം കേട്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നോക്ക്, ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹ് ചോദിക്കൂലേ, ഹംസ, നിനക്ക് സ്വർഗം തരാം, പക്ഷേ എന്താണ് നീ ദീനുൽ ഇസ്ലാമിന് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു പറയൂലേ, അല്ലാഹുവേ, ഞാൻ എൻ്റെ ജീവിതം നൽകി, എൻ്റെ കരള് അവർ കടിച്ചു തുപ്പി, എൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും മുറിപ്പെടുത്തി, നാദാ നിന്റെ ദീനിന് വേണ്ടിയാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് എന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അള്ളാഹ് പറയൂലേ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. പിന്നീട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നമ്മുടെ ക്യൂവിൽ നമുക്ക് മുമ്പേ കടന്നു പോകുമല്ലോ. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹ് ചോദിക്കൂലേ, മിസ്അബേ, സ്വർഗം തരാം, പകരം എന്താണ് ദീനുൽ ഇസ്ലാമിന് കൊടുത്തത് എന്ന്. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെയും കടന്നുപോയ വാതിലിലൂടെ, ആ സഹാബിവര്യന്മാർ കടന്നുപോയ വാതിലിലൂടെ, സലഫുസ് സാലിഹീങ്ങൾ കടന്നുപോയ വാതിലിലൂടെ ഞാനും ആഗ്രഹിച്ചുകൊണ്ട് ആ ക്യൂവിലുണ്ട്. അള്ളാഹു ചോദിക്കൂലേ, നിനക്ക് സ്വർഗം തരാം, പക്ഷെ എന്താണ് ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ ദീനിന്റെ ഉയർച്ചക്ക് വേണ്ടി, ഇൽഹാറുദ്ദീനിന് വേണ്ടി, ഇഖാമത്തുദ്ദീനിന് വേണ്ടി നീ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ തയ്യാറായിരുന്നോ എന്ന ചോദ്യത്തിന് എന്താണ് എൻ്റെ ഉത്തരം? വതദറൂനൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു എന്നല്ലേ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു എന്നല്ലേ, പരലോകത്തിന്റെ ഒരു അജണ്ടയും എൻ്റെ ചിന്തയിൽ കയറി വരാതിരിക്കാൻ മാത്രം ഞാൻ അകപ്പെട്ടുപോയ ദുനിയവിയായ കാര്യങ്ങളെ കുറിച്ചല്ലാതെ നമുക്ക് എന്തവിടെ പരിതപിക്കാൻ കഴിയും? എന്താണ് അള്ളാഹിനോട് പറയാ? എന്ത് തിരക്കിലായിരുന്നു എന്നാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വെക്കാൻ പോകുന്നത്? വതദറൂനൽ ആഖിറ, പരലോകം അജണ്ടയിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് രണ്ടു കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും ആത്മമിത്രങ്ങളല്ലേ, ഏറ്റവും അടുത്ത കൂട്ടുകാരല്ലേ? ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച്, ഇന്ന് നമ്മൾ ചെലവഴിച്ച സമയത്തെക്കുറിച്ച്, ഇന്ന് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ച്, നമ്മൾ എത്ര പേര് പരസ്പരം കൂട്ടുകാരെന്ന അർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് നമ്മുടെ അജണ്ടയിലേക്ക്, സംസാരങ്ങളിലേക്ക് കടന്നു വരുന്നു. തമാശയും കളിയൊക്കെ കൂട്ടുകാരാകുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ആഖിറം നന്നാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടുകാരൻ എങ്ങനെയാണ് ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരനാവുക? നാളെ ജന്നാത്തുൽ ഫിർദൗസിലും കൂട്ടുകിട്ടുന്ന കൂട്ടുകാരില്ലേ, അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്പെടുന്ന കൂട്ടുകാർ. അതുകൊണ്ടാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന ബിൽ അദാവതി വൽ അശി യുരീദൂന വജ്ഹല്ലാഹ്. അല്ലാഹ് പറഞ്ഞത്, നീ നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കേണ്ടത് ഏതെങ്കിലും ആളുകളുടെ കൂടെയല്ല, രാവിലെയും വൈകുന്നേരവുമൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരില്ലേ,
അങ്ങനെയുള്ള മനുഷ്യരുടെ സംഘങ്ങളുടെ ആളുകളുടെ കൂടെ നീ നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കണമെന്നാണ്. അവിടെയാ നീ നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കേണ്ടത്, അവിടേക്കാ ചേർന്ന് നിൽക്കേണ്ടത്. അവരാ നിന്റെ കൂട്ടുകാര്, അവരാ നിന്റെ ഇഷ്ടക്കാര്, അവരാണ് നിന്റെ സംരക്ഷകര്, അവരാണ് നിനക്ക് അവസാന സമയത്ത് ആരുണ്ട് ഇനി ഒരു സഹായത്തിന് എന്ന് ചോദിക്കുന്ന സമയത്ത് മനുഷ്യന് ഉപകാരപ്പെടാൻ പോകുന്നത് അവര് മാത്രമായിരിക്കും. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു തആല ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിൽ വഞ്ചിതരാവുകയാണ്. ഈ ദുനിയാവ് തന്നെയാണ് ശരിയെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം ഇവിടെ അക്രമികൾക്കാണ് മേധാവിത്വം. അക്രമത്തിന് ജയ് വിളിച്ചാലാണ് എനിക്ക് പ്രിവിലേജ്, എനിക്ക് ജോലി, എനിക്ക് പണം, എനിക്ക് ആളുകൾ, എനിക്ക് സംരക്ഷകർ, എനിക്കെല്ലാം കിട്ടുക അക്രമത്തിൻ്റെ, വലാലത്തിൻ്റെ, വഴികേടിൻ്റെ, ജഹാലത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളെയും ആദർശങ്ങളെയും ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് പദവിയുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ആൾബലമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന ഈ ദുനിയാവിൽ അവൻ ചിന്തിക്കുക എനിക്കെല്ലാം കിട്ടുക ഈ പറയുന്ന ദുനിയാവിലാണ്. അതിലാണ് കാര്യം. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഗഫ്ലത്തിലായിരുന്നു, നിങ്ങൾ അശ്രദ്ധയിലായി പോയതാണ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരായതാണ്. എന്നാൽ ആ മരണത്തിന്റെ സമയമില്ലേ, മനുഷ്യനെ റൂഹ് പിടിക്കുന്ന, ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായിക്കത്ത് ഇറങ്ങി വരുന്ന ആ സന്ദർഭമില്ലേ, ആ സന്ദർഭത്തിൽ മനുഷ്യന് ബോധ്യം വരും, ഞാൻ എന്തൊരു അവിവേകമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധിയോട് പറഞ്ഞുകൊണ്ടിരിക്കും, തീർച്ചയായും നീ ഈ ദിവസത്തെക്കുറിച്ച് അശ്രദ്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിന്റെ മൂടി ഉയർത്തപ്പെട്ടിരിക്കുന്നു, നിന്റെ കാഴ്ചക്ക് ഇരുമ്പിനേക്കാൾ ശക്തിയാണ്. യഥാർത്ഥ കാഴ്ചകൾ കണ്ടു തുടങ്ങുക മനുഷ്യനെന്ന്. മരണത്തോടുകൂടി യഥാർത്ഥ കാഴ്ചകൾ മനുഷ്യൻ കണ്ടു തുടങ്ങുകയാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു കണ്ണും കാണാത്ത, കണ്ണുകൾ അന്താളിച്ചു പോകുന്ന നരകമുള്ള പരലോകത്ത് മനുഷ്യൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് ചിരിയും കളിയുമൊക്കെ ഈ ദുനിയാവിലാണ് എന്നാണ്. പക്ഷെ ചിരിയും കളിയും മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ളാഹികത്തും മുസ്തബ്ശിറ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളോടുകൂടിയ മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ചിരി മാത്രമല്ല, പൊട്ടിക്കരച്ചിലും വിലാപങ്ങളും ഇവിടെ ഈ ദുനിയാവിൽ മാത്രമല്ല. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് വലിയ വലിയ അട്ടഹാസങ്ങൾ നിനക്ക് കേൾക്കാൻ പറ്റും. വേദനയുടെ, പരിഭവങ്ങളുടെ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ നടുവീർപ്പുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദുനിയാവിൽ തന്നെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ജീവിതം അങ്ങ് തീർത്തു കളയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഈ ചിരിയും കളിയും അവസാനിക്കുന്നില്ല. നാളെ രണ്ട് കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ വുജൂഹും യൗമഇദിൻ നാളിറ, ചില മനുഷ്യരാണ്, അവിടെ മുഖങ്ങൾ അന്ന് പ്രസന്നമാണ്. ഇലാ റബ്ബിഹാ നാളിറ, അവര് റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുമുഖന്മാരായ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസന്നവദനന്മാരായ ആളുകളായിട്ട് അള്ളാഹുവിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചവരാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ആലോചിച്ചവരാണ്. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് വവുജൂഹും യൗമഇദിൻ ബാസിറ തളുന്നു അൻ യഫ്അല ബിഹാ ഫാക്കിറ, അവരുടെ മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും. അവർക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ, ഞങ്ങൾക്കിതാ എല്ലാ അപകടങ്ങളും ആപത്തും വരാനിരിക്കുകയാണല്ലോ എന്നാലോചിച്ച് മുഖം കരിവാളിച്ചു പോയ, ബേജാറ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ടു തരം മനുഷ്യരും നാളെ പരലോകത്ത് വരാനിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ആ പരലോക സന്ദർഭങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ബേക്കോട്ട്, പിറകിലോട്ട് വന്നിട്ട് ആ മരണത്തിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് പിന്നെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. കല്ല ഇദാ ബലഗതി തറാഖിയ, നിന്റെ തൊണ്ടക്കുടിയിലേക്ക് നിന്റെ റൂഹെത്തുന്ന സമയം,
മനുഷ്യൻ അന്ന് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കിടക്കും. ചില ആളുകൾ റോട്ടിലാണ് കിടക്കുന്നത്. ചില ആളുകൾ ഏതെങ്കിലും വലിയ തടാകങ്ങളിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, വെള്ളപ്രളയത്തിൽ അവരിങ്ങനെ മുങ്ങിത്താഴുന്ന ആ സമയം. കല്ല ഇദാ ബലഅതി തറാഖിയ, നിന്റെ തൊണ്ടക്കുടിയിലേക്ക് നിന്റെ ആത്മാവെത്തുന്ന ആ സമയമില്ലേ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഡോക്ടർമാര് പറയും ഇനിയൊന്നും ചെയ്യാനില്ല എന്ന്, ഇനി ICUവിൽ കിടത്തിയിട്ട് കാര്യമില്ല എന്ന്. നമുക്കതുവരെ മരുന്ന് തന്നിരുന്ന നഴ്സുമാര് അവര് മരുന്ന് നിർത്തിവെക്കും. എല്ലാവരും നമ്മിൽ നിന്ന് പിൻവലിയും. നമുക്ക് ആശ്വാസത്തിൻ്റെ ഒരു തലോടലായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളും എടുത്തൊഴിവാക്കുന്ന ആ സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരും കേൾക്കാതെ അവനവന്റെ അഗാധതയിൽ അവസാന സമയത്ത് പറഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വക്കീല മൻ റാഖ്, ഈ വേദനയിൽ ഊതാൻ ആരാണുള്ളത്? ഈ വേദനയിലൊന്നും ഊതിത്തരാൻ ആരാണുള്ളത്? ഒരു ഡോക്ടർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ഒരു മരുന്നിനും സഹായിക്കാൻ കഴിയാത്ത, ഒരു പണത്തിനും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആ വേദനയുടെ സന്ദർഭത്തിൽ വക്കീല മൻ റാഖ്, ആരാണൊന്ന് ഊതിത്തരാനുള്ളത് എന്ന് ഉള്ളിൽ നിന്ന് നാവ് കൊണ്ട് ചോദിക്കാൻ നാവ് വഴങ്ങാത്ത സമയത്ത് മനുഷ്യൻ ചോദിച്ചു പോകുമെന്നാണ്. വക്കീല മൻ റാഖ്, ആരാണ് ഈ വേദനയിലൊന്ന് ഊതിത്തരാനുള്ളത് എന്ന്. ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്നാണ്. കണ്ണുകൾ കാണാത്ത മലക്കുകളെ കാണേണ്ടി വരുന്ന, ജീവിതം ഇതാ അവസാനിച്ചു പോവുകയാണെന്ന് ഉറപ്പുവരുത്തുന്ന, വലന്ന അന്നഹുൽ ഫിറാഖ്, അവന് മനസ്സിലാകും ഇത് വേർപാടാണ് എന്ന്, ഈ ദുനിയാവ് തീരുകയാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന സമയത്ത് വൽതഫത്തി സാഖു ബിസാഖ്, മനുഷ്യന്റെ ഒരു കണങ്കാല് മറ്റേ കണങ്കാലിനെ അടുത്തു പോയിട്ടൊന്ന് ഉരസി നോക്കുന്ന ആ സമയത്ത്, വിരലുകൾ കോർക്കപ്പെടുന്ന സമയത്ത്, ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്ന് നിന്റെ രക്ഷിതാവിലേക്കുള്ള യാത്രയുടെ ദിവസമാണ്. എല്ലാം കഴിഞ്ഞു. മനുഷ്യൻ ഈ ദുനിയാവിൽ ഒന്നും അവശേഷിക്കാത്ത ആ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഇനി അവിടെ നിന്നും കുറച്ചുകൂടി പിന്നോട്ട് വരിക. അത് ഇന്നത്തെ ദിവസമാണ്. നമ്മളിവിടെ ഇരിക്കുകയാണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നൊന്നും നമ്മൾ ആലോചിച്ചു നോക്കുക. ആ സമയങ്ങൾക്കൊക്കെയും പിന്നിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആലോചിക്കാനും ചിന്തിക്കാനും പറ്റുന്ന ദിവസം, ആരോഗ്യമുള്ള സമയ, കണ്ണും കാതുമൊക്കെ നമ്മുടെ കൈപ്പിടിയിലുണ്ട്, ശരീരം നമ്മുടെ കൈപ്പിടിയിലുണ്ട്, മനസ്സ് നമ്മുടെ കൈപ്പിടിയിലുണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ ദുനിയാവിൽ നിന്നുകൊണ്ട് ആഖിറത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. സാധ്യമാകുമെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത് എന്നതാണ്. നമ്മൾ എന്തിനാണ് സമയം ചെലവഴിക്കുന്നത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിൻ്റെ പിന്നിലാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദീന് നമ്മുടെ കൺസേണിൽ എവിടെയെങ്കിലും ഉണ്ടോ? അള്ളാഹുവിൻ്റെ ദീനുമൊക്കെ എൻ്റെ അജണ്ടയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ ഇന്നത്തെ ദിവസം ഒന്ന് എടുത്തു നോക്കുക. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ എന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഞാൻ എന്താ ചെയ്തത്? വല്ല പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? പിന്നെ ആ ആഖിറത്തിലെത്തിയിട്ട് ഞാൻ എന്തോ മറുപടിയാ കൊടുക്കുക? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൻ്റെ സന്തോഷങ്ങളിൽ മാത്രം അഭിരമിച്ച മനുഷ്യൻ, അതിൻ്റെ തിരക്കിൽപ്പെട്ടുപോയ മനുഷ്യൻ, റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകൾ നേടിയെടുത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ നേടിയെടുത്തിട്ട് അങ്ങനെ തീർന്നു പോകുന്ന ജീവിതങ്ങളെ കുറിച്ചിട്ട് അള്ളാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടരെ, ഈ ദുനിയാവ് നിങ്ങൾക്കൊരു അവസരമാണ്. നാളെ ജന്നാത്തുൽ ഫിർദൗസ് നേടാനുള്ള അവസരമാണ്. നിങ്ങളുടെ ബുദ്ധിയില്ലേ, അതൊരു അവസരമാണ്. നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നേടാനുള്ള അവസരം. നിങ്ങളുടെ സ്കില്ലില്ലേ, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക്, അള്ളാഹുവിൻ്റെ അദാബുകളെ തൊട്ട് കാക്കാൻ കഴിയുന്ന ഒരായുധമായി ഈ ബുദ്ധിയെ, ഈ കണ്ണിനെ, ഈ കാതിനെ, ഈ വയസ്സിനെ, ഈ പ്രായത്തെ, ഈ യുവത്വത്തെ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനുവേണ്ടി ശ്രമിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം ഈ കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ ആ അർത്ഥത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ നാളെ പറയുന്നത്. ഒരു കൂട്ടം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ കുറിച്ച്, സ്വർഗത്തിലുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. അള്ളാഹ് പറയുന്നത് ആ സ്വർഗാവകാശികളായ ആളുകൾ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ചിരിക്കും. എന്നിട്ട് ഓരോരുത്തരും അവരുടെ കഥകൾ പറയാണ്. ഞങ്ങൾ എങ്ങനെയായിരുന്നു ദുനിയാവിൽ ജീവിച്ചത്, കോഴിക്കോട്ട് അങ്ങാടിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ, അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു, ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. അതിലൊരു മനുഷ്യൻ പറയുമെന്നാണ്, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. ആ മനുഷ്യൻ പറയും, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു എല്ലാറ്റിനും ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ എന്നിട്ട് നോക്കുകയാണ്, ആ മനുഷ്യൻ ആ സ്വർഗത്തിലെ ആ കൂട്ടുകാരനെ കാണുന്നില്ല. എന്നിട്ട് കാല ഹൽ അൻതും മുത്തലിഊൻ, അവര് നരകത്തിലേക്ക് പോയി നോക്കുകയാണ്. കൂട്ടുകാരൻ ഇനി നരകത്തിലാണോ ഉള്ളത്? അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് അവസാനം ആ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കാണുകയാണ് നരകത്തിൽ വെച്ചുകൊണ്ട്. ആ സമയത്ത് ആ മനുഷ്യന്റെ നാവിൽ നിന്ന് ഖാലത്തല്ലാ, ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ കാണുമ്പോഴാണ് തല്ലാ എന്ന് പറഞ്ഞു പോവുക. ആ വേദന നിറഞ്ഞ ആ സന്ദർഭത്തിൽ ആ കൂട്ടുകാരനെ കാണേണ്ടി വരുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ തിരിച്ചു പറയുന്നത്, ഇൻ കിത്ത ലതുർദീൻ വലൗലാ നിഅമതു റബ്ബി ലകുൻത മിനൽ മുഹ്ളരീൻ. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ, ഞാൻ എങ്ങാൻ ഹറാമ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ എങ്ങാൻ മോശത്തരങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ നിന്റെ അതേ അവസ്ഥ എനിക്കും അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എനിക്കൊരു കരീനുണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് എന്ന് നാളെ മഹ്ശറയിൽ വെച്ച്, പരലോകത്ത് ജന്നത്തിൽ വെച്ചുകൊണ്ട് ആ കൂട്ടുകാർ, സ്വർഗത്തിലെ കൂട്ടുകാർ പങ്കുവെക്കുമ്പോൾ, എൻ്റെ കൂട്ടുകാരൻ കൂടി ആ ജന്നത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ വീട്ടുകാർ കൂടി ആ ജന്നത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ മക്കൾ ആ ജന്നത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെയും കൂട്ടുബന്ധങ്ങളെയും അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുമെന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടിയേ അവർ പ്രണയിക്കുള്ളൂ, അള്ളാഹ്ക്ക് വേണ്ടിയേ അവർ ഇഷ്ടപ്പെടുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരത് ഒഴിവാക്കും. ഇത് അവരുടെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ നല്ല കൂട്ടുകാർ, നല്ല സംഘങ്ങൾ, നല്ല കൂട്ടായ്മകൾ അവിടെ ജീവിതത്തിൽ ഇടം പിടിക്കും. ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് ആവേശം നൽകുന്ന ഇടങ്ങളിലേക്കൊക്കെയും അവർ കടന്നു ചെല്ലും. അവരതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അത്തരം അവസരങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കും. ആ അർത്ഥത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കഥ പറയാൻ നമ്മുടെ കൂട്ടുകാരും കൂടെ ഉണ്ടാകും. മഹാന്മാരായ അമ്പിയാക്കളോടൊപ്പം, മുർസലീങ്ങളോടൊപ്പം, സഹാബിവര്യന്മാരോടൊപ്പം, ചരിത്രത്തിലെ യുഗപുരുഷന്മാരോടൊപ്പം, നമ്മളെ കേട്ട വീര്യം നൽകിയ മഹാന്മാരായ പോരാളികളോടൊപ്പം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ച മഹാന്മാരോടൊപ്പം കഥ പറഞ്ഞിരിക്കുന്ന ഒരു ജന്നാത്തുൽ ഫിർദൗസിലേക്കാണ് അള്ളാഹ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് ഈ ദുനിയാവിനെ ശരിയായ വിധം മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തി നാളെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന, പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും മരണപ്പെട്ടു പോയവരാണ്. പടച്ച റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണ റഹ്മാനെ. പടച്ച റബ്ബേ, ജീവിച്ചിരിക്കുന്ന കാലമത്രയും അവർക്ക് സേവനങ്ങൾ, ഖിദ്മത്തെടുത്തിട്ട് അവിടെ തൃപ്തി നേടിയെടുക്കുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണ റഹ്മാനെ. പടച്ച റബ്ബേ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, കഴിഞ്ഞ 2 ദിവസവും അങ്ങനത്തെ 2 അനുഭവങ്ങൾ കേൾക്കേണ്ടി വന്നു. ചില കുടുംബ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പോയ സമയത്ത് അള്ളാഹുവേ, ഒരിക്കപ്പോലും ഉമ്മാന്റെ നേരെ ഒരു കൈ വിരൽ പോലും ചൂണ്ടാത്ത മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണ റഹ്മാനെ.
പടച്ച റബ്ബേ അവരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന, തൃപ്തി നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കളെ പടച്ച റബ്ബേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉപ്പാന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.